കോൺഗ്രസിന്റെ കഠിനാധ്വാനം ഫലം കണ്ട തിരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞത്. അതുകൊണ്ട് രാഹുലും കൂട്ടരും ചില ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ്. കേരളത്തിൽ ബി.ജെ.പിയിലേക്ക് പോകുന്ന CPM-ന്റെ പരമ്പരാഗത വോട്ടുകൾ ആകർഷിക്കാനുള്ള രൂപരേഖ തയ്യാറാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ജൂലൈ 15-16 തീയതികളിൽ വയനാട്ടിൽ ചേരുന്ന പാർട്ടിയുടെ ലീഡേഴ്സ് കോൺക്ലേവിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ചയെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും CPM വോട്ടുകൾ ചോർന്നത് ബി.ജെ.പിയിലേക്കാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്ക് തടഞ്ഞ് മതേതര സ്വഭാവമുള്ള വോട്ടുകൾ കോൺഗ്രസിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാനാണ് രൂപരേഖ തയ്യാറാക്കുന്നത്. ജൂലൈ 15-16 തീയതികളിൽ വയനാട് നടക്കുന്ന ലീഡേഴ്സ് കോൺക്ലേവിൽ AICC നേതാക്കളായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, MP-മാർ, MLA-മാർ, KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കടത്തണമെന്നതാണ് കോൺഗ്രസിന്റെ മറ്റൊരു ലക്ഷ്യം. ഈ ലക്ഷ്യം നേടുന്നതിനുള്ള തന്ത്രങ്ങൾക്ക് ലീഡേഴ്സ് കോൺക്ലേവ് രൂപം നൽകും. അടുത്ത വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 70% സീറ്റിൽ വിജയിക്കണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനായി സംഘടനാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾക്കും ലീഡേഴ്സ് കോൺക്ലേവ് രൂപം നൽകും. അതേസമയം ലോക്സഭയിൽ ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷം. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിൽ പ്രതിഷേധം വരെ നടന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് നേതൃത്വം നൽകിയ മാർച്ചിനിടെ കാര്യമായ തോതിൽ സംഘർഷമുണ്ടായി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മാറ്റി പ്രതിഷേധത്തിന് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശി. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. NTA ആസ്ഥാനത്തേക്ക് NSUI നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിലാണ് കലാശിച്ചത്. ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കേസിൽ ഇടനിലക്കാർക്ക് സഹായം നൽകിയതിന് 2 പേരെ CBI അറസ്റ്റ് ചെയ്തിരുന്നു. പാട്നയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നീറ്റ് പരീക്ഷയിലെ OMR ഷീറ്റുകളെ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി NTA-യുടെ മറുപടി തേടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളും സമർപ്പിച്ച ഹർജിയിലാണ് നടപടി.